ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബ്രൈഡിൻ്റെ ഹെയർ കെട്ടുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ചെയ്യണ പോലെ സാധാരണ മുടിയൊന്ന് പിന്നിടണുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മെടഞ്ഞിടാം. അപ്പോൾ നമ്മൾ ഹെയർ മുമ്പ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആരെങ്കിലും ഫിക്സ് ചെയ്യണ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് പിന്നിട്ടു. എന്നിട്ട് അറ്റഭാഗം എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് 2 ഇഴ നൂല് വെച്ചിട്ട് ഒരറ്റത്ത് മാത്രം കെട്ടിയിട്ടിട്ട് നമ്മളതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കണം, വിട്ടു പോരാത്ത രീതിയിൽ. അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തൊന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ട് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 6 ഇഴ നൂല് തന്നെ എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ 3 ഇഴ നൂലെടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഇഴ നൂലെടുത്തിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് റെഡ് കളറിലാണ് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ആദ്യം സെൻറ്റർ ഭാഗത്ത് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം അതിന് ചുറ്റായിട്ട് റെഡ് കളർ തന്നെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ഒരു പൂ പോലത്തെ മോഡലിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. ഇനി നമുക്ക് ഈ കളർ തന്നെ വെക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സാരിക്ക് ഇപ്പോൾ റെഡ് കളർ സാരിയാണ് ഇതിന് ഉടുത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് അതേ കളർ വെച്ചിട്ട് തന്നെ പൂ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് പൂക്കളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് മുല്ലപ്പൂ പോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റുമായിട്ട് റൗണ്ട് ചെയ്ത് തന്നെ 3 ഇഴ നൂല് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ 6 ഇഴ നൂലുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ളതായിട്ട് തോന്നും. നമ്മളെ ഇത്തിരി വണ്ണത്തിലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആ മെടഞ്ഞ ഭാഗം വരണില്ലേ, ആ പിന്നിട്ട ഭാഗം, അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺ പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ സീക്വൻസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഒരു പശ എടുത്തിട്ടുണ്ട് ഇതുപോലെ മുത്തുകളൊക്കെ ഒട്ടിക്കണത്. അപ്പോൾ ബ്രൈഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനുള്ള ഡിസൈനിൽ ബ്രൈഡിൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സീക്വൻസും കൂടി കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.